വനംവകുപ്പിലെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് തന്നെ അഴിമതിക്കാരനാക്കിയെന്ന് സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസറുടെ വെളിപ്പെടുത്തൽ. പാലോട് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാറാണ് മന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ആരോപണമുന്നയിക്കുന്നത്. പാലോട് റേഞ്ചിൽ നടന്ന ആനക്കിടങ്ങ് നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിനാണ് തനിക്കെതിരായ 2 വർഷം മുമ്പുള്ള പരാതിയിൽ നടപടിയെടുത്തതെന്നാണ് സുധീഷ് പറയുന്നത്. ആദ്യം ആ വാർത്തയിലേക്ക്. ജനം എക്സ്ക്ലൂസീവ്. വനം വകുപ്പിലെ നിരവധി അഴിമതികളുടെ തെളിവുകളും വിവരങ്ങളും തന്റെ പക്കലുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രിക്കടക്കം അറിയാവുന്ന സാഹചര്യത്തിലാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ പറഞ്ഞു. അഴിമതികളെല്ലാം മന്ത്രിയും മന്ത്രിയുടെ PS മധുവും ചേർന്നുള്ള അഴിമതികളാണ് നടക്കുന്നത്. മന്ത്രിയുടെ PS മധുസൂദനനും ഈ CCF ലെവലിലും ഒരിതുണ്ട്. 9 വർഷം കൊണ്ട് അവരെ 2 CCFമാർ മാത്രം മാറി മാറി അവിടെ ഭരിക്കുകയും അവരെ മാറ്റണം എന്നുള്ളൊരു ശുപാർശ വരുമ്പോൾ ഇല്ലാത്ത കെട്ടിച്ചമച്ചുള്ള കഥ ഉണ്ടാക്കുകയും ഇതുപോലെ ഉപദ്രവിക്കുകയും അത് ഒരു സ്ഥിരം ഇതായിട്ട് മാറിയിരിക്കുകയാണ്. മന്ത്രി ഓഫീസിൽ അതിനുള്ള അഴിമതികൾ, മന്ത്രി ഓഫീസും പ്രമോദ് കൃഷ്ണൻ്റെയും അഴിമതികളെക്കുറിച്ചുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അടുത്ത വർക്കിംഗ് ഡേ ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കേരളത്തിന്റെ വനാതിർത്തികളിൽ ആനക്കിടങ്ങ് നിർമ്മിച്ചതിൽ അഴിമതിയുണ്ടെന്നും പാലോട് റേഞ്ചിലെ ആനക്കിടങ്ങ് നിർമ്മാണത്തിൽ അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം ബില്ലിൽ ഒപ്പിടാൻ നിർബന്ധിച്ചെന്നും സുധീഷ് വ്യക്തമാക്കി. ആനക്കിടങ്ങ് നിർമ്മാണത്തിന് സാധാരണ രീതിയിൽ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം നിമിത്തം അദ്ദേഹം ഒരു സിൽക്ക് എന്നുള്ള ആ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് അതിൻ്റെ 30% CCFന് കൊടുക്കണം എന്നുള്ള നിർബന്ധത്തോടു കൂടി അവരെ കൊണ്ട് ചെയ്യിക്കുകയും ആ 30% കുറച്ച് മാത്രമേ പണി ചെയ്യൂ എന്ന് എന്നോട് ആ കമ്പനി എന്നോട് പറഞ്ഞു. മിനിസ്റ്റർ ഓഫീസിലെ കുറേ ബന്ധങ്ങളും എനിക്കറിയാമെന്നുള്ളതുകൊണ്ടും ഇതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും അദ്ദേഹം എന്നെ മനഃപൂർവ്വം 1 മാസം മാത്രം വിരമിക്കാൻ 1 മാസം മാത്രം സമയമുള്ളപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്യുകയും എന്നെ ജയിലിൽ ഇടുകയും അദ്ദേഹവും മിനിസ്റ്റർ ഓഫീസിലെയും മുഖ്യമന്ത്രി ഓഫീസിലെയും ചില ബന്ധങ്ങൾ കാരണം എന്നെ ജയിലിടുകയും ചെയ്തു. ഇനിയും എനിക്ക് വധഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രമോദ് കൃഷ്ണൻ എന്ന് പറഞ്ഞ IFS ഉദ്യോഗസ്ഥൻ ഇത്രയും ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിരമിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നാണ് സുധീഷിന്റെ ആരോപണം. ജനം, തിരുവനന്തപുരം. വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് തന്നെ നടത്തിയിരിക്കുന്നത്. അതും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ അഴിമതികൾ അക്കമിട്ട് നിരത്തുന്നത്. വനമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി വലിയ അഴിമതി നടക്കുന്നു. അതിൽ കൃത്യമായി പ്രൈവറ്റ് സെക്രട്ടറി മധുവിൻ്റെ പേരടക്കം പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കുന്നത്. എന്തെല്ലാമാണ് നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാലോട് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നത്. അദ്ദേഹത്തിന് ഇനി വിരമിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഒരു വ്യാജ പരാതിയിൽ, അല്ലെങ്കിൽ നേരത്തെ തനിക്കെതിരെ ഒരു 2 വർഷം മുമ്പ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം താൻ വിരമിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ താൻ സർക്കാരിന്റെ സ്വാധീനം കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്നു. തുടർന്ന് സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നു. മന്ത്രിയുടെ ഓഫീസ് അടക്കം ഭീഷണിപ്പെടുത്തുന്നു. ഈ വനം വകുപ്പിൽ നടന്ന അഴിമതികൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്ന അതടക്കമുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അതിൻ്റെയൊക്കെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ താൻ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. പക്ഷേ സർക്കാർ തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നതടക്കമുള്ള തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന വനം വകുപ്പിന്റെ പാലോട് റേഞ്ച് ഓഫീസറായിരിക്കുന്ന സുധീഷ് വെളിപ്പെടുത്തുന്നത്. എന്തായിരുന്നാലും ഒരു തുറന്നു പറച്ചിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ മന്ത്രിയുടെ ഓഫീസ് പല പദ്ധതികൾ നടത്തുന്നതിൽ അഴിമതി നടത്തുന്നു. ആ അഴിമതി നടത്തിയതിൽ പ്രത്യേകിച്ച് പാലോട് റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ ആന കിടങ്ങ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടന്നു. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് താൻ ചോദ്യം ചെയ്യുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ഭീഷണിപ്പെടുത്തലിൽ താൻ വഴങ്ങാത്ത സാഹചര്യം ഉണ്ടായി. പല ഘട്ടങ്ങളിലായി ഉന്നത ഉദ്യോഗസ്ഥർ തന്നോട് ആവശ്യപ്പെട്ടത്
ഈ പറയുന്ന എസ്റ്റിമേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ആനക്കിടങ്ങ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതി പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിൽ താൻ ഒപ്പിട്ട് നൽകണം, ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇതിൽ ഒപ്പിട്ട് നൽകണം, കൃത്യമായി തന്നെ ബില്ല് ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ ബില്ല് മാറാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പ്രഷർ ചെയ്തു, സമ്മർദ്ദം ചെലുത്തി. ആ സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യത്തിൽ ഒന്നും തന്നെ താൻ വഴങ്ങിയിരുന്നില്ല. ആ വഴങ്ങാത്തതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് ഇപ്പോൾ തനിക്കെതിരെ ഒരു വ്യാജ പരാതിയിൽ 2 വർഷം മുമ്പ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസ് ചുമത്തുന്നതും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതും കോടതിയിലാക്കുന്നതും അത് തനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ സർക്കാരും ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രത്യേകിച്ച് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് തനിക്ക് ഇത്തരം വിവരങ്ങൾ അറിയാം, ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ രേഖകൾ തൻ്റെ പക്കലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നതും ഒപ്പം തന്നെ കൊലപ്പെടുത്തുമെന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ഭീഷണിയും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ജനൻ ടിവിയോട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾ മന്ത്രിയുടെ ഓഫീസിനെതിരെ, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, ഒപ്പം തന്നെ താൻ കോടതിയിൽ ഈ തെളിവുകൾ ഹാജരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ വനം വകുപ്പിൽ വലിയ രീതിയിലുള്ള അഴിമതി കഥകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വനം വകുപ്പിന്റെ ഏറ്റവും നിർണായകമായ തെളിവുകൾ, പ്രത്യേകിച്ച് ഈ ആനക്കിടങ്ങ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിൽക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അഴിമതികളുണ്ട്. ആ അഴിമതികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം പാലോട് റേഞ്ച് ഓഫീസർ ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഈ സിൽക്ക് എന്ന് പറയുന്ന കമ്പനി നടത്തിയ തട്ടിപ്പും ഒപ്പം തന്നെ 30% കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതിൽ മന്ത്രിയുടെ ഓഫീസിന് ഇടപെടലുണ്ട്, മന്ത്രിയുടെ കൃത്യമായ ഇടപെടലുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആരോപണമാണ് ഒരു ഉദ്യോഗസ്ഥൻ, ഉന്നത വനം വകുപ്പിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഉയർത്തുന്നത്. പാലോട് റേഞ്ച് ഓഫീസിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തു വന്നത്. ഏറ്റവും അവസാനം അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കിയത് എന്നതാണ് സുധീഷ് ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായിരുന്നാലും ഒരു സർക്കാർ ജീവനക്കാരന്റെ തുറന്നു പറച്ചിൽ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ വനം വകുപ്പിനെതിരായ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, സർക്കാരിന്റെ കണക്കനുസരിച്ച്, സർക്കാർ പറയുന്നതനുസരിച്ച് ഈ മുൻ റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ഈ ഇരുതലമൂരിയെ കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങൾ സുധീഷ് കുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് വളരെ കൃത്യമായി സുധീഷ് കുമാർ ചില വിവരങ്ങൾ പറയുന്നത്. മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ അഴിമതി നടക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായും പറയാൻ പോകുന്നത് സംശയനിഴലിലുള്ള ഇങ്ങനെ അഴിമതി കേസിൽ കുറ്റാരോപിതനായ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് മുഖവിലക്കെടുക്കണമോ എന്ന കാര്യമായിരിക്കും ഒരുപക്ഷെ സർക്കാർ തിരിച്ചു ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ വളരെ കൃത്യമായി വനംവകുപ്പിനകത്ത് നടക്കുന്ന അഴിമതികൾ അക്കമിട്ട് നിരത്തുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് നേരിട്ട് അറിവുണ്ടായിരിക്കാം ഈ ആനക്കിടങ്ങ് നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നതടക്കം. വളരെ കൃത്യമായ ഒരു അന്വേഷണം ഈ വനംവകുപ്പ് ഓഫീസ്, മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ഉദ്യോഗസ്ഥൻ തുറന്നു പറയുന്നു, ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ 25 വർഷത്തിലധികമായി സർക്കാർ സേവനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിലാണ്. അതേസമയം തന്നെ സർക്കാർ പറയുന്ന ഒരു വാദം ഇത്തരത്തിലാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ തന്നെ പല രീതിയിലുള്ള കേസുകൾ, ഒപ്പം തന്നെ അഴിമതികൾ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സർക്കാർ പറയുന്നു. പക്ഷെ സർക്കാരിനെതിരെയും ഈ ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകൾ ഇത്തരത്തിലാണ്. തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ആനക്കിടങ്ങ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിൽക്ക് എന്ന കമ്പനിയുടെ പ്രതിനിധി തന്നെ നേരിട്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥൻ തുറന്നു പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ താൻ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നു. തന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തൻ്റെ ഫോൺ കസ്റ്റഡിയിലെടുക്കാം. പക്ഷേ വീട്ടിൽ വന്ന് എന്തിനാണ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്, തൻ്റെ ഭാര്യയുടെ അടക്കമുള്ള ഫോണുകൾ പിടിച്ചെടുത്തത് എന്തിനാണ് എന്ന ചോദ്യമൊക്കെ ഈ ഉദ്യോഗസ്ഥൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നടത്തിയ റെയ്ഡിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്താഗതിയാണോ, ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്റെ കയ്യിലുള്ള രേഖകൾ കണ്ടെടുക്കാൻ സർക്കാർ നടത്തിയ ശ്രമമാണോ എന്നതൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥൻ സുധീഷ് ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ ആരെയാണ് നിലവിലെ ഘട്ടത്തിൽ ഇപ്പോൾ ആര് പറയുന്നത് ശരിയെന്ന ചോദ്യം മാറ്റി നിർത്തുമ്പോൾ സുധീഷ് അഭിപ്രായപ്പെടുന്നത്, അല്ലെങ്കിൽ സുധീഷ് തുറന്നു പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. തനിക്കെതിരെ സർക്കാർ നടത്തുന്ന ഗൂഢ നീക്കങ്ങൾക്ക് പിന്നിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. പ്രത്യേകിച്ച് വനം വകുപ്പും വനം വകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫുകളും ഒപ്പം
ഉടൻ തന്നെ വനം വകുപ്പിന്റെ മറ്റു ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും നടത്തുന്ന വിവരങ്ങളുടെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് സുധീഷ് തുറന്നു പറയുകയാണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ജനൻ ടിവിയുടെ മുന്നിൽ അദ്ദേഹം തന്റെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള തുറന്നു പറച്ചിൽ തന്നെയാണ് സുധീഷ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, ശരി. വനം വകുപ്പിലെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് തന്നെ അഴിമതിക്കാരനാക്കിയെന്ന് സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസറുടെ വെളിപ്പെടുത്തൽ. പാലോട് റേഞ്ച് ഓഫീസറായിരുന്ന സുധീഷ് കുമാറാണ് മന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ആരോപണം ഉന്നയിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.